അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ രാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം ഭരതന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ രാമമന്ത്രത്തിൻ്റെ ഐതിഹ്യം, ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, ഭഗവാൻ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ച മന്ത്രമാണ് രാ മ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ. നാരായണ എന്ന മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരം, അതേപോലെ നമശിവായ എന്ന അക്ഷരത്തിൻ്റെ 2ാമത്തെ അക്ഷരം, രണ്ടും ചേർത്തതാണ് രാ മ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ. കലികാലത്തിൽ എല്ലാവിധ ദോഷപരിഹാരങ്ങൾക്കും ഈ മന്ത്രാക്ഷര ജപമാണ് അത്യുത്തമമെന്ന ആ ഒരു വിശ്വാസവും സങ്കല്പവും ഉള്ളതുകൊണ്ട് രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ രാമനാമം ജപിച്ചുകൊണ്ട് രാമപുരത്തെ പുണ്യഭൂമിയായ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ഭക്തജന ലക്ഷങ്ങൾ എത്തുകയാണ്. ആയിരത്തി വർഷത്തിലേറെ മുമ്പ് ഒരു മഹായോഗിയാണ് ഇവിടെ ഭരതവിഗ്രഹം സ്ഥാപിച്ചത്. കോട്ടയത്തെ നാലമ്പലം യാത്രയുടെ ഭാഗമാണ് ഈ ക്ഷേത്രം. കേരള വാസ്തുകലയുടെ ഒരു സമ്പൂർണ്ണ മിശ്രിതം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കാണാം. ഭരതവിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായുള്ളതാണ്. ശംഖപൂജ നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മനോഹരമായ കുളവും ഇവിടെ ഒരു ആകർഷണമാണ്. കിഴക്കോട്ട് ദർശനമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. കോട്ടയത്തെ 4 ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുൻ ജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും അവർക്ക് നല്ല സന്താനങ്ങളെ നൽകുന്നതിനും ശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിൻ്റെ 6 ഇരട്ടി ഗുണം ചെയ്യുന്ന പ്രദക്ഷിണമാണ് ഗ്രാമപ്രദക്ഷിണം. ആ ഗ്രാമപ്രദക്ഷിണം എന്ന സങ്കല്പം ഇവിടെ സാർത്ഥകമാക്കാൻ സാധിക്കുന്നത് രാമപുരത്തെ നാലമ്പല ദർശനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ധാരാളം സ്ഥലത്ത് നാലമ്പലങ്ങളുണ്ടെങ്കിലും ഒരു ദിവസം തന്നെ 4 ക്ഷേത്രങ്ങളിലും അതും ഉച്ചപൂജയ്ക്ക് മുൻപായി വിശിഷ്യ ദർശനം നടത്താൻ സാധിക്കുന്ന ഏക സ്ഥലം രാമപുരത്തെ നാലമ്പല ദർശനമാണ് എന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള ആ അനുഭൂതി, ആ ഭക്തിയും വിശ്വാസവുമുള്ള ആളുകൾ പകർന്നു കൊടുക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷോപലക്ഷം ആളുകൾ രാമപുരത്തെ പവിത്രമായ പുണ്യഭൂമിയിലേക്ക് രാമ എന്ന 2 മന്ത്രാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് ഗ്രാമപ്രദക്ഷിണം കൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഏക സങ്കേതമാണ് പവിത്രമായ രാമപുരത്തെ 4 മഹാക്ഷേത്രങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് രാമപുരത്തിൻ്റെ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം. കർക്കിടക മാസത്തിൽ നാലമ്പലങ്ങൾ ദർശിക്കുന്നത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അറിവമ്മ അലിവമ്മ അമൃതമ്മ
നാം കഴിക്കുന്ന ഒരു വറ്റുപോലും നാം തനിയെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. സഹജീവികളുടെ അധ്വാനവും പ്രകൃതിയുടെ കനിവും ഈശ്വര കാരുണ്യവുമാണ് അന്നത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതിനാൽ വിനയപൂർവം പ്രാർത്ഥിക്കാതെ ഒന്നും ഭക്ഷിക്കരുത്. അമ്മയുടെ ഈ വാക്കുകളിലൂടെ അന്നത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ നമുക്കാകട്ടെ.